ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ശിവകാർത്തിയൻ, രവി മോഹൻ, അഥർവ ശ്രീലീല എന്നിവരെ പ്രധാന വേഷത്തിലാക്കി സുധാ കൊങ്കര സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പരാശക്തി. ജനുവരി 10, 2025 പൊങ്കൽ റിലീസിനെത്തിയ ചിത്രത്തിന് നെഗറ്റീവ് റിവ്യൂസും ഡിസാസ്റ്റർ റിവ്യൂസുമാണ് വന്നിരുന്നത്. ഡോൺ പിക്ചേഴ്സിന്റെ ബാനറിൽ ആകാശ് ഭാസ്കറിനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. GV പ്രകാശ് കുമാറാണ് മ്യൂസിക് നൽകിയിരിക്കുന്നത്. സോ ആ സിനിമയിലെ രത്നമാല എന്ന സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടുനോക്കാം എങ്ങനെയുണ്ട് ഏതാണെന്നൊക്കെ. ഗൈസ്, ശിവകാർത്തികേയൻ എന്തൊക്കെ പറഞ്ഞാലും ഈ പടത്തിൽ ശിവകാർത്തികന്റെ ആ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. GV പ്രകാശാണ് വോയിസ്. തെലുങ്കിലാണ് കേട്ടോ. ഇംപ്രസ് ചെയ്യാൻ വേണ്ടി തെലുങ്കിൽ പാടുന്നതാണ്. అంతేగా మరి రత్నమాల. உலகமே சுழல்வதே உதிரியாய் உடைவதே ஏதோ நூலொன்றில் வரைந்த குறிப்பு போலே தொலைந்தேனே. രത്നമാല രത്നമാല പതിയെ ഇങ്ങനെ കേട്ടിരിക്കുക. നീങ്ങാതെ ഞാൻ പറഞ്ഞില്ലേ, GV പ്രകാശിന് ഒരു മ്യൂസിക് സൈഡുണ്ട്. അതായത് പുള്ളിക്ക് ഒരു റൊമാൻറ്റിക് വേർഷനുണ്ട്. അതായത് അതിൽ പുള്ളിയുടെ കുറച്ച് പാട്ടുകൾ, പുള്ളിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ വേറെ ഉണ്ട്. അത് പുള്ളി ചെയ്യുമ്പോൾ അതൊരു തനി ഫീലാണ്. അതായത് നിങ്ങൾക്ക് പുള്ളിയുടെ ഈ മെലഡീസൊക്കെ കേട്ടാൽ അറിയായിരിക്കും. GV പ്രകാശിൻ്റെ ഒരു വേറെ ലെവൽ സാധനങ്ങളായിരിക്കും. മോസ്റ്റ് ഓഫ് ദി ഐറ്റംസും അണ്ടർ റേറ്റഡ് ആയിരിക്കും. ആരും ശ്രദ്ധിക്കാതെ പോയാൽ അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്ത അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരിക്കും. അത്രയ്ക്ക് നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു കിടിലൻ സാധനങ്ങളാണ് GV പ്രകാശ് ചെയ്യുന്ന മെലഡീസ് എന്ന് പറയുന്നത്. അതുപോലെ ഒന്നിൽ പെടുത്താവുന്ന തന്നെയാണ് ഈ രത്നമാലയും. എന്ന് വെച്ചാൽ തുടക്കത്തിൽ നമുക്ക് ആ ഒരു പെട്ടെന്ന് അതാണ് ചെറുത് കേട്ട് വരുമ്പോഴേക്കും ആ ഒരു ആ ഒരു ഇഷ്ടം. ഈ പടത്തിൽ ഇവർ തമ്മിലുള്ള കോംബോയും നന്നായിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറുപ്പിക്കലൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്ലോ ബീറ്റ് പോകണം. കടിതം சொல்லி விடுமா மையோடு முத்தம் கலந்து வைத்ததை என் ஆசை சொல்ல வார்த்தை தீர்ந்ததை ലിറിക്സ് പതിയെ പാടി വിടുകയാണ്. உன் பிரிவில் நூதல் நோகுதே என் பருவம் மடல் ஏறுதே பெண் உருவம் நிழலானது சேர மாறே. ഞാൻ പറഞ്ഞില്ലേ, ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് തന്നെ ആ ഫീലായിട്ട് ഇങ്ങനെ ഉറങ്ങി ഞാൻ പോവുകയാണ് പതിയെ. ഞാൻ ഒരു 3-4 പ്രാവശ്യം കൂടെ ഇങ്ങനെ ആടുവാണെങ്കിൽ കുറച്ച് കിടന്ന് ഉറങ്ങേണ്ടി വരും. കാരണം ആ ഒരു റൊമാൻറ്റിക് ഫീലിൽ കൂടെ GV പ്രകാശ് കൂടെ പാടുമ്പോൾ നമ്മളും ആ ഒരു ഫീലിലേക്കായി. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് എണീറ്റ് ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ ഈ പാട്ടൊന്നും ഇങ്ങനെ കേട്ട ഉടനെ ഞാനിങ്ങനെ അങ്ങനെ അലഞ്ഞിങ്ങനെ ചിലപ്പോൾ കിടന്നു പോകും. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റേ 3-ല് ധനുഷ് ആ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ ഒരു സ്റ്റെപ്പ് പോലെയാണ് തോന്നിയത്. ഇതെന്ന് പറയും പാട്ടിലാണെന്ന് തോന്നുന്നു. രത്നമാല കണ്ണை விட்டு இமைகள் நீங்காதே. ഈ പാട്ടിൽ ഈ രണ്ടുപേര് മാത്രമേ ഉള്ളൂ, വേറെ ആരെയും കാണില്ല കേട്ടോ. അഴകേ இதழோரம் மெலிதாய் முரு
പക്ഷെ എൻ്റെ ഒരു ഇതിൽ ഈ പാട്ടിന് ലെങ്ത് കുറയ്ക്കായിരുന്നു, ഇത്രയും നീട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഫസ്റ്റ് സ്റ്റാൻസയോടെല്ലാം നിർത്തായിരുന്നു. வீரல் இடுக்கின் பேனாமுனை இடம் மாற்றி நீயும் அதை உன்னேனி தீண்டிடும் வைர மடல் தாழும் நானே. പരാശക്തി ഹീറോയുടെ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഈ പാട്ട് ഇത്രയും നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നു. അതായത് സിനിമയിലും കൂടെ തന്നെ ഈ പാട്ടിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് ആ സമയം ഈ പാട്ടിടേണ്ട ആവശ്യവും ഇല്ല. അതായത് ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ആ ഒരു സെറ്റിങ്ങിലൊക്കെ ഓടിച്ചു വിടാനുള്ളേ ഉള്ളൂ. ബട്ട് ആ ഒരു സിറ്റുവേഷനിൽ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ പാട്ടും കൂടെ അതിൽ കുത്തിക്കയറ്റി അവിടെ ഒരു ബോറടിപ്പിച്ച് അവിടെ ഒരു ഉറക്കം സൃഷ്ടിച്ച് അങ്ങനത്തെ സിറ്റുവേഷൻ പടത്തിലുണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഞാൻ പറഞ്ഞ പോലെ ഈ പാട്ടിന് ഇത്രയും നീളം ഒരു 4 മിനിറ്റോളം കൊടുക്കേണ്ട ആവശ്യവും ഇല്ലായിരുന്നു. സത്യം ഒരു 3:20 മതിയായിരുന്നു, 3 മിനിറ്റ് 20 സെക്കൻഡൊക്കെ. അല്ലെങ്കിൽ ഇത്രയും ഉണ്ടെങ്കിൽ ഒരു ചെറിയ ആ ഒരു അത്രയും ലിറിക്സിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് ഇങ്ങനെ തീർക്കുന്ന രീതിക്കൊക്കെ ആക്കിയിരുന്നെ പിന്നെ ആ പാട്ട് മാറിയൊക്കെ പോയേന്. പിന്നെ എന്താ പറയുക, സിനിമയിൽ അല്ലാത്ത വിഷയം ഇറക്കുവാണെങ്കിൽ 4 മിനിറ്റൊക്കെ ഓക്കെയാണ്. അല്ലാത്ത പക്ഷേ സിനിമയിലൊക്കെ കാണിക്കുമ്പോഴേക്കും ഇത്രയും ടൈമൊക്കെ വരുന്നത് അത് സിനിമയെയും കൂടെ ബാധിക്കുന്ന ഒരു വിഷയം കൂടെ തന്നെ. പിന്നെ ഈ പാട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ പാട്ട് GV പ്രകാശ് ഇങ്ങനെ പാടി അലഞ്ഞു ഇങ്ങനെ ഇരുന്ന് ഭയങ്കര വോയിസ് സ്മൂത്തായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടുപോകും. അപ്പോൾ നിങ്ങളും അതുപോലെ വോയിസ് സ്മൂത്തായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങളും അതുപോലെ ഉറങ്ങിപ്പോകും. അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എണീരി കാരണം നിങ്ങൾ ഇതേപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പാട്ടിലെ കിടന്ന് ഉറങ്ങിയാൽ നിങ്ങൾ സുഖമായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോകും. അപ്പോൾ മൊത്തത്തിൽ ഈ പാട്ട് നല്ലൊരു പാട്ട് തന്നെയാണ്. ബട്ട് എന്നിരുന്നാൽ ഇത്രയും ഡ്യൂറേഷൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം അത് ഒരുപാട് ഇങ്ങനെ ഇരുന്നിങ്ങനെ മെൽറ്റായിട്ട് പോകുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നും കൂടെ അതൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. ആൻഡ് ഈ പടത്തിന് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, പടത്തിൽ നിങ്ങൾക്കറിയാം പൊളിറ്റിക്കൽ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പൊളിറ്റിക്കൽ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്നത് തന്നെയാണ് പടത്തിലൊക്കെ പറയുന്നത്. എന്നിരുന്നാലും പടത്തിൽ കുറച്ച് കാര്യങ്ങളിലൊക്കെ എവിടെയും മൈനസ്സായി വിട്ടുപോയി. അല്ലാത്ത പക്ഷം പറഞ്ഞതിലൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളൊരിത്. പിന്നെ സെക്കൻഡ് ഹാഫിലൊക്കെ ഒരുമാതിരി വച്ച് കെട്ടി എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയതൊക്കെ പോലെയൊക്കെ തോന്നി. പിന്നെ അതിൽ ശിവാർത്ഥിൻ്റെ 1-2 ആക്ടിങ് വൈസ് ഒക്കെ കൊള്ളായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ഇതിൽ മെജോറിറ്റി ആയിട്ട് എന്താ പറയുക, നല്ല റോള് കുറച്ചുകൂടെ ഒരു പെർഫോമൻസ് വൈസ് ആയിട്ട് നോക്കുമ്പോൾ രവിമോഹൻ്റെ ആ ഒരു ആൻറ്റഗോണിസ്റ്റ് റോള്, നെഗറ്റീവായിട്ടുള്ള റോള് നന്നായിട്ട് തന്നെ രവിമോഹൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. ആ ഒരു എന്താ പറയുക, ഒരു മാസ് അല്ലെങ്കിൽ ഒരു ഓറ അല്ലെങ്കിൽ ആ ഒരു ദേഷ്യമുള്ള ഒരു അപ്പീലൊക്കെ രവിമോഹന് നന്നായിട്ട് അത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളി ഒരു നല്ലൊരു പെർഫോമറും കൂടെയാണ്. അപ്പോൾ മൊത്തത്തിൽ അതൊരു നല്ലൊരു ആ ഒരു രവിമോഹൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇടയ്ക്ക് GVPയുടെ മ്യൂസിക്കൊക്കെ വരും, അതും കൊള്ളാം. പിന്നെ ടോട്ടലി ഒന്നും സൂപ്പർ മ്യൂസിക്കും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. മൊത്തത്തിൽ ഈ പടം സത്യം പറഞ്ഞാൽ ഒരു ടൈമിൽ ഇറങ്ങി തന്നെ അവർക്കൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം ആ സമയം വേറെ പൊങ്കൽ റിലീസാണ്, സോളോ റിലീസാണ്, ആൻഡ് റോളിംഗ് പാർട്ടിയുടെ സപ്പോർട്ട്, തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടറുടെ സപ്പോർട്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ അവർക്ക് പോസിറ്റീവായിരുന്നിട്ട് പോലും ഇങ്ങനെ ഒരു നെഗറ്റീവ് സംഭവിച്ചത് അവർക്കും ആ സിനിമയ്ക്കും തീർച്ചയായിട്ടും ഒരു തിരിച്ചടി തന്നെയാണ്, ഒരു വലിയൊരു അടി തന്നെയാണ്. കാരണം ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അവർക്ക് സക്സസ് ആവാൻ പറ്റിയില്ലെന്ന് പറയുമ്പോൾ അതൊരു ട്രോൾ സെൻസിൽ വേണം എടുക്കാൻ. ട്രോൾ സെൻസ് വരും. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നല്ലൊരു സിനിമ തന്നെയാണ് വന്നത് എന്ന് നല്ലൊരു സിനിമയല്ലല്ലോ, നല്ലൊരു പാട്ട് തന്നെയാണ് ഇത്. ബട്ട് എന്നിരുന്നാലും ആ പാട്ടിൻ്റെ ഡ്യൂറേഷനൊക്കെ കുറയ്ക്കായിരുന്നു. പിന്നെ ശിവാർത്ഥിയൻ ഈ സിനിമയിൽ നല്ല റോൾ തന്നെയായിരുന്നു ചെയ്തത്. ബട്ട് സംടൈംസ് ഒക്കെ എനിക്ക് ഒരുമാതിരി ഫെൽറ്റ് എന്തിൻ്റെ ഈ സീൻ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നിരുന്നാലും ഓവറോൾ പടം കാണുമ്പോഴേക്കും എന്താ പറയുക, മോശം തന്നെയാണ്. കാരണം ശിവാർത്ഥിൻ്റെ പെർഫോമൻസും അല്ലെങ്കിൽ രവിമോഹൻ്റെ പെർഫോമൻസും പടത്തിനെ താങ്ങിയെന്ന് പറയാൻ കഴിഞ്ഞ അവരാൾ പറ്റുന്ന രീതിയിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്തോ അവർക്കത് പറ്റിയിട്ടില്ല എന്നുള്ളതും കൂടെ വാസ്തവമാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റിവ്യൂസും കാര്യങ്ങളും അപ്ഡേറ്റ്സും ആയിട്ട് വരാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്ത് ഷെയർ ചെയ്തോ. അപ്പോൾ ബൈ ബൈ ഗൈസ്, ലവ് യു.